ലക്ഷ്മിയെ ഒറ്റപ്പെടുത്തുമെന്ന് കരുതി ലാലേട്ടന് മുൻപിൽ മറ്റുള്ളവർ അഭിനയിക്കുകയാണോ? ഇവരെല്ലാം ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇനി ലക്ഷ്മി ഹൗസിൽ തുടർന്നാൽ എങ്ങനെ ഹൗസിൽ പിടിച്ചു നിൽക്കും എന്നാണ്. ആദിലേക്കും നൂറയ്ക്കും നേരെ ബിഗ് ബോസ് ഹൗസിൽ ലക്ഷ്മി നടത്തിയ പരാമർശത്തിനെതിരെ വലിയ വിമർശനമാണ് ഉയർന്നത്. വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ ലക്ഷ്മിയെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ആ ദിവസം ലക്ഷ്മിക്കെതിരെ ശക്തമായി പ്രതികരിച്ചവർ തൊട്ടു പിന്നാലെ അതെല്ലാം മറന്ന് ലക്ഷ്മിയോട് അടുക്കുന്നത് കണ്ട് അത്ഭുതം തോന്നിയെന്ന് പറയുകയാണ് ആദിലയും നൂറയും അനുമോളും. നൂറയോടും ആദിലയോടും രാത്രി അനുമോൾ പറയുന്നത് ഇങ്ങനെ: കഴിഞ്ഞ ആഴ്ച ലക്ഷ്മിയുടെ വിഷയം വന്നപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് ലക്ഷ്മി അവിടെ നിർത്തരുത്, ഇറക്കി വിടരുത്, ഹൗസിൽ നിന്ന് പുറത്താക്ക് എന്നെല്ലാമാണ്. ഇവരെല്ലാം ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇനി ലക്ഷ്മി ഹൗസിൽ തുടർന്നാൽ എങ്ങനെ ഹൗസിൽ പിടിച്ചു നിൽക്കും എന്നാണ് എന്നും അനുമോൾ പറഞ്ഞു. പക്ഷെ ആരും പിന്നെ ലക്ഷ്മിയോട് മിണ്ടിയില്ല. ലക്ഷ്മിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നെല്ലാമാണ് കരുതിയത്. പക്ഷേ വൈകുന്നേരമായപ്പോൾ അവരുടെ അടുത്ത് പോയിരിക്കുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ഈ ആളുകളൊക്കെ ഈ സമയം ആക്ട് ചെയ്യുകയായിരുന്നു? അനുമോൾ ചോദിക്കുന്നു. ഈ സമയം നൂറ പറയുന്നത് ഇങ്ങനെ: ഇവർക്കിപ്പോൾ വേണ്ടത് ഷാനവാസ് ഇക്കയെ ഒറ്റപ്പെടുത്തുക എന്നതാണ്. അക്ബറിന് ഷാനവാസ് ഇക്കയോട് നല്ല പ്രശ്നമുണ്ട്. അപ്പോൾ അക്ബറിന് നമ്മോടുള്ള പ്രശ്നമുണ്ടെന്ന് അതിലേയും പറഞ്ഞു. ഇങ്ങനൊരു പ്രശ്നമുണ്ടായപ്പോൾ ലക്ഷ്മിയെ അവരാരും ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തിയില്ലല്ലോ. പിന്നെ ഞങ്ങൾ ഷാനവാസിനെ ഒറ്റപ്പെടുത്തുന്നു. ഷാനവാസ് ഒരു കാര്യം പറഞ്ഞു, അതിൽ സത്യം തെളിയട്ടെ എന്ന് തീരുമാനിക്കാം എന്നും ആദില പറഞ്ഞു. എന്നാൽ വീക്കെൻഡ് എപ്പിസോഡിൽ ശനിയാഴ്ച ഷാനവാസ് നെവിൻ വിഷയം മോഹൻലാൽ ചർച്ച ചെയ്യും എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ വിവാദ വിഷയങ്ങളിലേക്കൊന്നും കടക്കാതെ രസകരമായി മോഹൻലാൽ എപ്പിസോഡ് അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഏതായാലും കാത്തിരിക്കാം ഈ ആഴ്ച എവിക്ഷൻ ലിസ്റ്റിൽ ലക്ഷ്മി ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയാം. അതോ മോഹൻലാൽ ഈ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ അവസാനിപ്പിച്ചതുപോലെ ഈ ആഴ്ച എപ്പിസോഡ് അവസാനിപ്പിക്കുമോ എന്നറിയാം.